ആദരണീയനായ അധ്യക്ഷൻ ശ്രീ തോമസ് എംഎൽഎ, യോഗത്തിൽ സ്വാഗതം ആശംസിച്ച സ്റ്റേറ്റ് അക്കാഡമിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ദേവൂർചന്ദ്രൻ, ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർ ബന്ധുരജി പെരുവിള, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ലേനി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ ഡോക്ടർ ഗോകുമാർ, രഞ്ജിത് ചന്ദ്രശേഖരൻ നായർ, പ്രസാദ് നമ്പ്യാർ സർ, ഡോക്ടർ ഹബീബ് വ്യാസൻ സർ തുടങ്ങി വേദികൾ സദസ്സിലിരിക്കുന്ന സമ്മതരായ KPC നേതാക്കന്മാരെ, KPC അംഗങ്ങളെ, പൊതുജനങ്ങളെ, ഈ KPCയുടെ ചരിത്രം പറയുന്നതിന് മുമ്പ് വേൾഡ് ഫിസിയോതെറാപ്പി ഡേ എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1996 WCPT ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന പ്രവൃത്തിയെ ആദരിക്കുന്നതിനായിട്ട് വേണ്ടിയാണ് ഈ ഫിസിയോതെറാപ്പി ഡേ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ കൊച്ചു കേരളത്തിലും ഇന്ന് ഇത് നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചു പോരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ കാലം മുതൽക്ക് വിവിധതരം ഫിസിയോതെറാപ്പികൾ നമ്മുടെ ലോകത്ത് നടത്തി വന്നിട്ടുണ്ട്. 1813 ഫിസിയോതെറാപ്പി ഒരു സ്വതന്ത്ര ശാഖയായിട്ട് സ്വീഡനിൽ തുടങ്ങിയത്. അതിനുശേഷം 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടനിലാണ് ആധുനിക ഫിസിയോതെറാപ്പി പിറവിയെടുക്കുന്നത്. അതിനുശേഷം അനവധി മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇന്ന് ഏകദേശം ഒരു സമൂഹത്തിൽ അവിഭാജ്യ ഘടകമായിട്ട് അതൊരു ശാസ്ത്രശാഖയായിട്ട് ഫിസിയോതെറാപ്പി ചേർന്നിരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സമൂഹത്തിന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു മുതൽക്കൂട്ടാണെന്നുള്ള കാര്യം ഏകദേശം ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. KPCയെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2010 തുടങ്ങിയ ഈ സംഘടന ഇന്ന് കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയിലും ലോകമെമ്പാടും പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിന് എന്ത് മാറ്റം വരണമെന്ന് കൂട്ടായി ആലോചിച്ചുകൊണ്ട് നടപടിയെടുത്ത് അതിനുവേണ്ടി പൊരുതുന്ന ഒരു സംഘടനയാണ് KPC എന്ന് പറയുന്നത്. മറ്റു സംഘടനകളിൽ നിന്ന് വിപരീതമായിട്ട് സ്വതന്ത്ര ഫിസിയോതെറാപ്പിസ്റ്റുകൾ അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാത്രമുള്ള ഒരു സംഘടനയാണ്. ഇത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉള്ള സംഘടന എന്ന് തന്നെ അത് കേരളത്തിലോ ഇന്ത്യയിലോ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള സംഘടനയായിട്ടാണ് KPCയെ പറ്റി പറയാൻ പറ്റുന്നത്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല, കാരണം നമുക്ക് ക്യാമ്പ് തുടങ്ങേണ്ടതുണ്ട്, ഇവിടെ നമുക്ക് പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു ലോക ഫിസിയോതെറാപ്പി ദിനമായ ഇന്ന് നമുക്ക് നമ്മുടെ തീം എന്ന് പറയുന്നത് നടുവേദനയും അതിന്റെ പ്രതിരോധവും ചികിത്സയും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് സന്ധിവേദനയും സന്ധിവാദവും അതിന്റെ പ്രതിരോധ ചികിത്സ എന്നുള്ളതായിരുന്നു 2023 2024 നമുക്ക് ഈ നടുവേദനയും അതിന്റെ പ്രതിരോധവും ചികിത്സയും എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്ക ആളുകളും ഏകദേശം എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു മാറ്റമാണ് ഈ നടുവേദന എന്ന് പറയുന്നത്. കാരണം എവല്യൂഷൻ തിയറി എടുത്തു നോക്കിയാൽ പോലും നമ്മൾ 4 കാലിൽ നടന്ന ജീവികളായിരുന്നു. അതിനുശേഷം രണ്ട് കാലിലേക്ക് വന്നപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമായിട്ടാണ് ഈ നടുവേദനയെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും അപ്പൻഡിസൈറ്റിസും അതുപോലെ തന്നെ പൈൽസും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നടുവേദനയ്ക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം വഹിക്കുന്നതാണ്. അതിൽ വ്യക്തമായ ഒരു നല്ല ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നതും ഫിസിയോതെറാപ്പി തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയമില്ലാതെ തന്നെ പറഞ്ഞു.
അതുകൊണ്ട് ഈ ലോക ഫിസിയോതെറാപ്പി ദിനം ആചരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിലെ സമ്മതിതായ എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഈ ഇവിടെ നമ്മുടെ രോഗികളായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു നാൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി KPC സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ലെനിൻ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സമാധാനീയായ പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലിരിക്കുന്ന അധ്യക്ഷനടക്കം അതോടൊപ്പം തന്നെ കൗൺസിലർ ശ്രീമതി വീണ ജോർജ് തിരുവനന്തപുരത്ത് വെച്ച് പോസ്റ്റർ പ്രകാശനത്തിലൂടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ വാക്കത്തോൺ, അതോടൊപ്പം തന്നെ അവബോധ സെമിനാറുകൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ലാസുകൾ, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ക്യാമ്പുകൾ എന്നിവ നടക്കുകയാണ്. ഫിസിയോതെറാപ്പി ക്യാമ്പുകളുടെ അടക്കം ഉള്ള സംസ്ഥാനതല ഉദ്ഘാടനമാണ് നമ്മൾ ഈ തിരുവല്ലയിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള മുഴുവൻ പേർക്കും KPC സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഫിസിയോതെറാപ്പിയെ ജനകീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രാധാന്യം അവർക്കിടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഫിസിയോതെറാപ്പി ദിനത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് കൂടി നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫിസിയോതെറാപ്പി ദിനാശംസകൾ നേരുകയും അതോടൊപ്പം തന്നെ ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി KPCയുടെ സമുന്നതരായ നേതാക്കളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലറെ ക്ഷണിക്കുന്നു. KPC അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ദീപു S ചന്ദ്രനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ ഡോക്ടർ ആഷിഖിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. KPC പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റോണിയോയെ ക്ഷണിക്കുന്നു. KPC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ആൽബർട്ട് K തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. KPC പ്ലാനിംഗ് കമ്മിറ്റി മെമ്പർ മുൻ KPC സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. KPC മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ടോമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. KPC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ആൽബർട്ട് K തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. KPC മുൻ പത്തനംതിട്ട ജില്ലാ ട്രഷറർ ഡോക്ടർ വിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ബുക്കിന്റെ ഒരു കോപ്പി കൈമാറുന്നതിനായി ഡോക്ടർ പത്തനംതിട്ട ജില്ലാ ട്രഷറർ ഡോക്ടർ വിജോയെ ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട
KPC പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഫെമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട ജില്ലാ KPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഫെമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ ദീപു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബുക്കിന്റെ ഒരു കോപ്പി കൈമാറുന്നതിനായി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഡോക്ടർ വിജോയെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി സൂചിപ്പിക്കാനുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ KPC എന്ന സംഘടന നയിക്കുന്ന സാരഥി ഡോക്ടർ ശ്രീ സാറിന് പ്രത്യേകം നന്ദി അറിയുന്നു. പിന്നെ സ്വാഗതം ആശംസിച്ച ദീപു സാറിന് KPCയുടെ പത്തനംതിട്ട ജില്ലയുടെ പേരിലും KPCയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. തിരുവല്ലയുടെ ജനകീയമായ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മാത്യു തോമസ് സാറ് ഉദ്ഘാടനം നിർവഹിച്ചിട്ട് പോയതേ ഉള്ളൂ. സാറിന് തിരക്കുകളുണ്ടായിരുന്നു. അപ്പം സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ തിരുവല്ല നഗരസഭയുടെ സമാനമായ അധ്യക്ഷ ശ്രീമതി അനു ജോർജ് തിരുവല്ലയുടെ ജനകീയ പ്രശ്നങ്ങളുടെ സജീവ സാന്നിധ്യമാണ്. കൂടുതൽ മുൻവരെയില്ലാതെ മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് വന്നതിന് നന്ദി അറിയിക്കുന്നു. തിരുവല്ല 23ാം വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി ബിന്ദു റജി കുരുവിള KPCയുടെ ലോക ഗുജറാത്തി ദിനാചരണത്തിലേക്ക് വന്ന് സഹകരിച്ചതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ബാക്കി എല്ലാവരോടും കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പേഷ്യൻസ് ആയിട്ട് വന്നിരിക്കുമ്പോൾ അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് നമ്മുടെ ഫാദർ വന്നിട്ടില്ല. എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ആന്റണി ചേട്ടൻ എല്ലാവിധ കാര്യങ്ങൾക്കും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാറ്ററിംഗ് സർവീസ് ചെയ്തിരിക്കുന്ന എല്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെയും പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനും അക്കാഡമിക് കമ്മിറ്റി ചെയർമാനും KPCയുടെ ഒരു ഉപഹാരം കൈമാറുന്നു. അടുത്തായി ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ ദീപു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
നമ്മുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുകയാണ് ഫിസിയോതെറാപ്പിയെ പറ്റി. കഴിഞ്ഞ ഒരു അമ്മയാവട്ടെ, ഇവരെല്ലാം ഇനി എങ്ങനെ അവരുടെ ഫർദറായ പ്രവർത്തന തലത്തിലേക്ക് അവരെ ഉയർത്തണം എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടി അവരെ കോംപ്രിഹെൻസീവായി അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന 4.5 വർഷത്തെയും പിന്നീടുള്ള ഉപരിപഠനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ക്വാളിഫൈഡ് ഫിസിയോതെറാപ്പിസ്റ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ ആരോഗ്യ വിഷയങ്ങളും. സമീപകാലത്ത് നമ്മൾ കോവിഡിനെ കുറിച്ച് കണ്ടു. ഒരു കോവിഡ് ബാധിച്ച് ഐസിയുവിൽ കിടക്കുന്ന ഒരു രോഗി, അവർക്ക് ചിലപ്പോ ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നെഞ്ചിനുള്ളിൽ സ്രവങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്നതിന് അവിടെ കൃത്യമായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഇടപെടൽ ഉണ്ടായേ തീരുകയുള്ളൂ. കോവിഡ് മാറിക്കഴിഞ്ഞതിന് ശേഷം ദീർഘകാലത്തോളം കോവിഡിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി നമ്മൾ കണ്ടു. അവിടെയും ലോങ് കോവിഡ് എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ പ്രോബ്ലം, അവർക്ക് വേദന അല്ലെങ്കിൽ ആ വേദന ഉണ്ടാക്കുന്ന ചലനപരമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക, അവരുടെ ലങ്ങിന്റെ പ്രവർത്തനം പഴയ നിലയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുക, പേശി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക, ടോട്ടലി മൂവ്മെന്റിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള ആ സവിശേഷമായിട്ടുള്ള കാര്യം ചെയ്തത് ലോകത്ത് എവിടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. ലോകാരോഗ്യ സംഘടനയ്ക്ക് കൃത്യമായി ആ വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായി. അപ്പൊ ഇന്ന് ലോകത്ത് മനുഷ്യ ശരീരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു മെഷീൻ എന്ന പോലെ തലയോട്ടിയുടെ ജോയിന്റുകൾ മുതൽ കാൽപാദത്തിന്റെ അടിയിൽ വരെയുള്ള ഓരോ സന്ധികളും ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യ ശരീരം ചലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചലനം എന്ന് പറയുന്ന ഒരു വിഷയം പല രീതിയിൽ ചലനം കുറയുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക അവസ്ഥയിൽ ചലനം കൂടുമ്പോൾ അതല്ലെങ്കിൽ തലച്ചോറിൽ നിന്നുള്ള അതിന്റെ നിയന്ത്രണ സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ അതിന് കൃത്യമായ ഒരു നിയന്ത്രണ സ്വഭാവം ഇല്ലാതെ വരുമ്പോഴെല്ലാം അതിനകത്ത് കൃത്യമായി ഇടപെടേണ്ട പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞ് വ്യാജ ചികിത്സ നടത്തുന്ന അനവധിയായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഒരു ചികിത്സകനെ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടെത്തുമ്പോ കൃത്യമായി തന്നെ ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കി ആ സേവനം ലഭ്യമാകുന്ന കേന്ദ്രത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ കൃത്യമായ ഒരു വ്യക്തിയെ സമീപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിതരാകും. ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന മഹത്തായ പ്രൊഫഷൻ കൃത്യമായ പ്രാക്ടീസോടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊന്നും പെടാതെ ഇതൊന്നും അറിയാതെ ഒരു വിഷയവും പഠിക്കാതെ പൊതുജനങ്ങളെ പറ്റിക്കുന്ന അനവധിയായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള വിവേചന ബുദ്ധിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഭൗതിക സ്രോതസ്സുകളിൽ അല്ലെങ്കിൽ അതിൽ ഫിസിക്കൽ ഏജൻസിൽ അത് എക്സസൈസ് ആവാം, മാനുവൽ തെറാപ്പി ആവാം, ടേപ്പിംഗ് പോലുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക ഉപകരണങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ചികിത്സകളാവാം. ഇതിന് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ചികിത്സയാണ് ഫിസിയോതെറാപ്പി എന്നുള്ളത് മനസ്സിലാക്കുക. അത് കൃത്യമായ രീതിയിൽ ഒരു ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് നൽകുവാൻ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായി തന്നെ ആ ഫിസിയോതെറാപ്പിസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുക. അപ്പൊ ഇന്നത്തെ സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം ഉയർത്തുന്ന സന്ദേശം എന്ന് പറയുന്നത് തന്നെ നടുവേദനയുടെ ചികിത്സയിലും നടുവേദനയുടെ പ്രതിരോധത്തിലും ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോ പൊതുവെ നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു വേദനയായിട്ടാണ് കാണുന്നതെങ്കിൽ അത് കേവലം ഒരു ലക്ഷണം മാത്രമാണ്. ആ നടുവേദനയ്ക്ക് ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ നടുവേദന പൂർണ്ണമായും മാറുകയുള്ളൂ. അല്ലാതെ വേദന എന്ന് പറയുന്ന വേദനയെ മാത്രം ചികിത്സിച്ചാൽ നിങ്ങളുടെ മൂലകാരണം നടുവേദനയുടെ കൃത്യമായ ഫങ്ഷണൽ ഫോൾട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അത് ചികിത്സിക്കപ്പെടുന്നില്ല എന്നുള്ളത് എന്റെ മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയും.
ഫിസിയോതെറാപ്പിസ്റ്റ് പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചികിത്സാ വിധികൾ അതിനകത്തുണ്ട്. ഹാൻഡ്സ് ഓൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മാനുവൽ തെറാപ്പി, അവിടെ പേശികളുടെ പ്രവർത്തനത്തിലാണെങ്കിലും ഫേഷ്യയുടെ പ്രവർത്തനത്തിലാണെങ്കിലും ആ പ്രവർത്തനങ്ങൾ ശരിയല്ലാത്ത മേഖലയെ വളരെ കൃത്യമായിട്ട് പ്രത്യേകമായ ചലനങ്ങളിലൂടെ അത് ശരിപ്പെടുത്തുന്ന രീതി, അതിനെ നമ്മൾ മാനുവൽ തെറാപ്പി എന്ന് പറയുന്നു. പ്രത്യേക തരത്തിൽ ഒരു രോഗിക്ക് വേണ്ടി മാത്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അച്ചാമയ്ക്കുള്ള നടുവേദനയുടെ എക്സസൈസുകളായിരിക്കില്ല ഗോവിന്ദൻകുട്ടിക്ക് ചെയ്യുന്നത്. അവരുടെ രണ്ടുപേരുടെയും നടുവേദനയുടെ അടിസ്ഥാന കാരണങ്ങളും പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരാൾക്ക് ചെയ്യുന്ന വ്യായാമങ്ങൾ കണ്ടെത്തി അത് മറ്റൊരാൾ കോപ്പി അടിച്ച് ചെയ്യുക എന്ന് പറയുന്നതല്ല നടുവേദനയുടെ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നത്. അതൊരു ഫിസിയോതെറാപ്പിസ്റ്റ് നിർദ്ദേശിക്കുന്നത് പോലെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കുള്ള പ്രശ്നങ്ങളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലേക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, ഓരോ വ്യക്തിക്കും വളരെ കൃത്യമായി ഇന്ന രീതിയിലുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ വ്യക്തിഗതം തന്നെയാണ് ഓരോ ഫിസിയോതെറാപ്പി ചികിത്സ എന്ന് പറയുന്നത്. അപ്പോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അവരുടെ ചികിത്സയെ രോഗികളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് നിർണ്ണയിക്കുന്നത്. ആ മാർഗനിർദ്ദേശങ്ങൾ പ്രശ്നങ്ങൾക്ക് അനുസൃതമാണ്. അല്ലാതെ യൂട്യൂബിലോ മറ്റെല്ലോ ഒക്കെ വരുന്ന എന്തെങ്കിലും കുറെ വീഡിയോകൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ട് അതൊക്കെ കോപ്പി അടിക്കുക എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയല്ല. ശാസ്ത്രീയമായ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിലേക്ക് എത്തിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പി സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പോലെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ആ ഒരു ചികിത്സയെ ഏറ്റെടുക്കുവാനുള്ള മനസ്സും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചലനപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ ചികിത്സ ഇതൊരു കടൽ പോലെ കിടക്കുകയാണ്, ഒരു സാഗരം പോലെ കിടക്കുകയാണ്. കൈനീസിയോ ടേപ്പിംഗ്, പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഇലക്ട്രോ തെറാപ്പി, ഘടനാപരമായിട്ടുള്ള കറക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റർ കറക്ഷൻ, വർക്ക് അറ്റ്മോസ്ഫിയർ മോഡിഫിക്കേഷൻ. ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും കഴുത്തുവേദനയും നടുവേദനയും കൊണ്ട് വരുന്ന ആളുകളുടെ ജോലി സ്ഥലത്തേക്ക് ഒന്നുപോയി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അനലൈസ് ചെയ്താൽ CBI ഡയറിക്കുറിപ്പിൽ മമ്മൂട്ടി തെളിവെടുക്കുന്നത് പോലെയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക. ആ കമ്പ്യൂട്ടർ തന്നെയാണ് അവന്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. ആ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന രീതി, അദ്ദേഹം ഇരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ പൊസിഷൻ, അദ്ദേഹത്തിന്റെ ഷോൾഡറിന്റെ പൊസിഷൻ, എൽബോയുടെ പൊസിഷൻ, അദ്ദേഹത്തിന്റെ റിസ്റ്റിന്റെ പൊസിഷൻ, വിരലുകൾ, നടു, ഇടുപ്പ്, കാൽമുട്ട്, ഇതൊക്കെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായി വർക്ക് ചെയ്യേണ്ട രീതിയിൽ ഉണ്ടാവുന്ന അശാസ്ത്രീയതയാണ് നടുവേദനയുടെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമായി വരുന്നത്. അപ്പോ ജോലി സ്ഥലത്ത്, നമ്മുടെയൊക്കെ ജോലി സ്ഥലം എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അടുക്കളയിൽ ഒരു വീട്ടമ്മ വർക്ക് ചെയ്യേണ്ടത് സന്തോഷത്തോടുകൂടി അർപ്പിച്ചുകൊണ്ട്, വളരെ സന്തോഷത്തോടുകൂടി, അത്രയും സൗഖ്യത്തോടു കൂടിയാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ അടുക്കളയുടെ കംപ്ലീറ്റ് സെറ്റിംഗ് ആ വീട്ടമ്മയ്ക്ക് വേണ്ട രീതിയിൽ ശാസ്ത്രീയമായി ഉതകുന്ന രീതിയിലായിരിക്കണം. ഇതിന് എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം എന്ന നിലവിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, ആ ജോലി എപ്പോഴാണ് പ്രൊഡക്റ്റീവായി മാറുന്നത്? നമ്മൾ ആ ജോലിയെ മനസ്സിലാക്കി അതിൽ ഇഴുകി ചേർന്ന് ഏറ്റവും ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമ്മൾ ആനന്ദിച്ച് അനുഭവിച്ചറിയുമ്പോഴാണ് ആ ജോലി ജോലിയായി മാറുന്നത്. അല്ലെങ്കിൽ ആ ജോലി എന്നും ഒരു ഭാരമാണ്. അപ്പോ ഒരാളുടെ വർക്ക് അറ്റ്മോസ്ഫിയർ ഡിസൈൻ ചെയ്യുന്നതിൽ വരെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾ കാണേണ്ട, കൺസൾട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളുടെ പ്രയാണം. അപ്പൊ ഇതിനെ നമ്മൾ എർഗണോമിക്സ് എന്ന് പറയും. ഷോൾഡറും കൈമുട്ടും എങ്ങനെയായിരിക്കണം, റിസ്റ്റിന്റെ പൊസിഷനിങ് എങ്ങനെയായിരിക്കണം, മൗസും കീബോർഡും ഏത് ലെവലിലായിരിക്കണം, അദ്ദേഹത്തിന്റെ നടു ഇരിപ്പിടത്തിനോട് ഏത് രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്, ഇടുപ്പിന്റെയും മുട്ടിന്റെയും പൊസിഷൻ എങ്ങനെയായിരിക്കണം, കാൽപാദം നിലത്തുറപ്പിച്ച് ഷോൾഡർ വിട്ടിൽ അത് കൃത്യമായി വെച്ചുകൊണ്ട് ജോലി ചെയ്യണം. സുദീർഘമായി ഇരുന്ന് ജോലി ചെയ്യാതെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ അല്പം എഴുന്നേറ്റ് ബോഡിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ഈ സ്ട്രെച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് നോക്കിയേ. പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ, ഓരോ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ അതുങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താ? കൈയും കാലും അങ്ങോട്ട് മുന്നോട്ട് വെച്ചൊന്ന് നിവർന്ന് സ്ട്രെച്ച് ചെയ്യും. മൂരി നിവർത്തുക എന്ന് നമ്മൾ പറയും. ഇത് പ്രകൃതിയിലെ ഒരു സന്ദേശമാണ്. ലോകത്ത് ശരിയായ രീതിയിൽ സ്ട്രെച്ച് ചെയ്യാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രം.
മുമ്പോട്ടേക്ക് വളഞ്ഞിരുന്ന് കൃത്യമായ ജോലി ചെയ്ത് പോസ്റ്ററിനെ ഏറ്റവും മോശവുമായ അവസ്ഥാന്തരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് ഈ കഴിയുന്ന എല്ലാ ചലന പ്രശ്നങ്ങളെയും നമ്മളിലേക്ക് ആവാഹിച്ച് ചലന വ്യവസ്ഥയെ തന്നെ കംപ്ലീറ്റ് തകരാറിലാക്കി ആ പോസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഘടനാപരമായ വിഷയങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ മെക്കാനിക്കലായ ഡിസ്ഫങ്ഷനെ നമ്മുടെ ശരീരത്തിലേക്ക് ക്ഷണിച്ചു കയറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ശീലിക്കാത്തത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് നടുവേദനയുടെ പ്രതിരോധത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബോഡി അലൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വരെ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിക്കാം. ബോഡി അലൈൻമെന്റ് ക്ലിനിക്കുകൾ വർത്തമാന കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പി സെന്ററുകളെല്ലാം ബോഡി അലൈൻമെന്റ് ക്ലിനിക്കുകൾ കൂടിയായി മാറുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശരീരഘടനയ്ക്ക്, നമ്മുടെ പേശികളുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ മൂവ്മെന്റിന് നമ്മൾ അത്രയധികം പ്രാധാന്യം കൊടുക്കുക. ആ പ്രാധാന്യത്തെ ഏറ്റവും അർഹതപ്പെട്ട രീതിയിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വളരെ ശാസ്ത്രീയമായ ഒരു വിഭാഗം പ്രൊഫഷണലുകളാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ കൃത്യമായി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ആശയം അതായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒക്കെ ഉയരത്തിന് ആനുപാതികമായ ഒരു തൂക്കം നിങ്ങൾക്കുണ്ട്. നമ്മളതിനെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നു. നിങ്ങളുടെ വയറിന്റെ ചുറ്റുപാടുമുള്ള സർക്കുംഫറൻസും നിങ്ങളുടെ ബട്ടക്സിന്റെ സർക്കുംഫറൻസും തമ്മിൽ കൃത്യമായ ഒരു റേഷ്യോ ഉണ്ട്. അതിന് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പോലെ വേസ്റ്റ് ഹീറ്റ് റേഷ്യോ എന്ന് പറയും. അപ്പൊ ഉയരത്തിന് ആനുപാതികമായ തൂക്കം നിലനിർത്തുക, നിങ്ങളുടെ ശരീരത്തെ ഫിറ്റായി നിലനിർത്തുക എന്നുള്ളത് നടുവേദന എന്ന് മാത്രമല്ല ചലന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും അകറ്റി നിർത്തുന്നതിനും നിങ്ങൾ നല്ല ചാമിങ് ആയി ചുറുചുറുക്കായി വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങളുടെ മുടിയിഴകൾ അല്പം നരച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ നരയുടെ ഇടയിലും നിങ്ങൾ ഒരു ചെറുപ്പക്കാരിയാണെന്ന് നിങ്ങൾ സ്വയം വിളിച്ചു പറയുന്നതിന്, ആ എനർജി ലെവൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നതിന് നിങ്ങളുടെ ശരീരം ഫിറ്റ് ആയിരിക്കണം. അതിന് വ്യായാമങ്ങൾ ഏറ്റവും ഫിറ്റ്നസ് വ്യായാമങ്ങളാവട്ടെ അതും കൃത്യമായി നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം പ്രൊഫഷണലുകൾ, കൃത്യമായി ഒരേ ഒരു വിഭാഗം പ്രൊഫഷണലുകൾ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം പാലിക്കേണ്ട ഒരു കാര്യമാണ് ദിവസേന നമ്മൾ വ്യായാമങ്ങളിൽ ഏർപ്പെടുക. എന്ത് വ്യായാമമാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള വ്യായാമങ്ങളല്ല, എയ്റോബിക് വ്യായാമങ്ങൾ. നടുവേദനയാവട്ടെ ചലന സംബന്ധമായ പ്രശ്നങ്ങളാവട്ടെ ഇതിനെ അകറ്റാൻ നിങ്ങൾ ഒരു എയ്റോബിക് വ്യായാമ ചര്യയിലേക്ക് വരുന്നത് ഏറ്റവും ആവശ്യമാണ്. ഈ എയ്റോബിക് എക്സസൈസ് പ്രോഗ്രാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതിന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് സാധിക്കും. എന്താണ് ഈ എയ്റോബിക് വ്യായാമങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നത് തന്നെ ഒരു എയ്റോബിക് വ്യായാമമാണ്. നിങ്ങൾ ചെറുതായി ഒന്ന് ജോഗ് ചെയ്യുന്നത് ഒരു എയ്റോബിക് വ്യായാമമാണ്. ഒന്ന് ചെറുതായി ഓടുന്നത് എയ്റോബിക് വ്യായാമമാണ്. ഒരു വള്ളി വെച്ച് ചാടുന്ന സ്കിപ്പിംഗ് ഒരു എയ്റോബിക് വ്യായാമമാണ്. കുളത്തിൽ പോയി ഒരു 4-5 തവണ നന്നായി നീന്തുന്നത് ഒരു എയ്റോബിക് വ്യായാമമാണ്. ഒരു റൂം അടച്ച് ചെറിയൊരു മ്യൂസിക് ഇട്ട് വയസ്സ് 60 ആയിക്കോട്ടെ 65 ആയിക്കോട്ടെ ഒന്ന് ഡാൻസ് കളിച്ചോ, അതും എയ്റോബിക് വ്യായാമമാണ്. അപ്പൊ ഇങ്ങനെ വ്യായാമങ്ങളെ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശത്തോടു കൂടി ദിവസേന ഒരു 35 മിനിറ്റ് മിതമായ ഒരു ഇന്റൻസിറ്റിയിൽ ശരീരത്തെ നന്നായി ചലിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പേശികളെയും ഞരമ്പുകളെയും സന്ധികളെയും ചലിപ്പിച്ചുകൊണ്ട് വ്യായാമം അധിഷ്ഠിതമായ വ്യായാമത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കുമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളൊരു തീരുമാനമെടുക്കും, രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ എന്റെ വ്യായാമം മുടക്കില്ല. അത് ചാർജ് ഇല്ലാത്തൊരു മൊബൈലിനെ പോലെയാണ്. ഇന്ന് മൊബൈൽ നമുക്ക് എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയാം. നമ്മുടെ മൊബൈലിലെ ചാർജ് തീരാൻ പോകുന്നു എന്ന് നമ്മൾ അതിരാവിലെ തന്നെ മനസ്സിലാക്കിയാൽ നമ്മൾക്കുണ്ടാകാവുന്ന അതേ മാനസികാവസ്ഥയായിരിക്കും സ്ഥിരമായി എയ്റോബിക് വ്യായാമത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം എയ്റോബിക് വ്യായാമത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ചാർജ് ഇല്ലാത്തൊരു മൊബൈലിനെ പോലെയാണെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വ്യായാമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് നിങ്ങൾ മാറുക.
ഒരു എയ്റോബിക് എക്സസൈസ് പ്രോഗ്രാം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രോട്ടോകോൾ പോലെ ദിവസേന 35 മിനിറ്റ് വ്യായാമം ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ പല ഡോക്ടർമാരുടെ മുന്നിൽ പോകുമ്പോൾ അവർ പറയും ദിവസേന നടക്കണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എങ്ങനെ നടക്കാം? അത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് സാധിക്കും. എങ്ങനെ സാധിക്കും? ഒരു എയ്റോബിക് എക്സസൈസ് ഏരിയയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഏജ് അഡ്ജസ്റ്റഡ് മാക്സിമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതേപോലുള്ള ശാസ്ത്രീയമായ കുറെ കാൽക്കുലേഷനുകളുണ്ട്. ആ കാൽക്കുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരു എയ്റോബിക് ചര്യയിലേക്ക് ഉയർത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്ര നേരം എന്ത് ഇന്റൻസിറ്റിയിൽ നടക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ എക്സസൈസ് ടോളറൻസ് എന്താണ്, നിങ്ങൾ എത്ര വരെ വ്യായാമം നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതിന് കൃത്യമായ ഒരു പരിധിയുണ്ട്. ആ പരിധിയെ കൃത്യമായി ശാസ്ത്രീയമായി വിവക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു വ്യായാമ ചര്യ കൃത്യമായി നിർദ്ദേശിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് കഴിയും. അപ്പോ കൃത്യമായ ഒരു ആക്റ്റീവായ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ മാറുക. ഇപ്പൊ നമ്മൾ ജപ്പാൻ പോലുള്ള രാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 90 വയസ്സിന് മുകളിലാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവരതിനെ ഇക്കിഗായി എന്നാണ് പറയുക. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചുകൊണ്ട് ഏറ്റവും അധികം സ്നേഹത്തോടെ അത് ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ധന്യമാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നിങ്ങൾ ഇക്കിഗായി എന്ന് പറയുന്നത്. ചിലർക്ക് അത് നിങ്ങളുടെ ജോലിയായിരിക്കും, മറ്റു ചിലർക്ക് അത് സംഗീതമായിരിക്കും, മറ്റു ചിലർക്ക് അത് സ്പോർട്സ് ആയിരിക്കും, മറ്റു ചില ആളുകൾക്ക് ചിത്രരചനയായിരിക്കും, പെയിന്റിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും പ്രവർത്തന നിരതമാക്കുക. ആക്ടിവിറ്റി ലോഡഡ്, മൂവ്മെന്റ് ലോഡഡ്. അങ്ങനെ കൃത്യമായി ചലനത്തെ ആശ്ലേഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, വാതരോഗങ്ങൾ, കഴുത്തുവേദന, നടുവേദന, മുട്ടുവേദന, ഉപ്പൂറ്റുവേദന, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഇതിനെയെല്ലാം ഫലപ്രദമായി മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വരാൻ കഴിയും. അങ്ങനെ ഇന്നത്തെ ഈ സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ നടുവേദന, ഫിസിയോതെറാപ്പിയുടെ ചികിത്സാ പ്രാധാന്യം എന്നുള്ള വിഷയത്തിൽ ഇനിയും മണിക്കൂറുകളോളം നമുക്ക് ഇരുന്ന് സംസാരിക്കുവാൻ മാത്രം വലിയൊരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്ന സമയമായിരിക്കുന്നു. ആയതിനാൽ ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫിസിയോതെറാപ്പി പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന അനവധി ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട്. അവരോടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ പ്രൊഫഷനിൽ ഓരോ ദിവസവും എക്സ്പൊണൻഷ്യൽ ഫേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൊഫഷനിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളെയും സ്പന്ദനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ ഫിസിയോതെറാപ്പി പ്രാക്ടീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് നിങ്ങളിൽ ഓരോ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും കഴിയട്ടെ. ഏറ്റവും മികച്ച ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ. അതിന് അറിവും പ്രാക്ടീസിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നിയമങ്ങളും രാജ്യത്തുണ്ടാവട്ടെ. അത് കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരട്ടെ. രോഗികൾക്ക് ചെയ്യുവാനുള്ള ഏറ്റവും മികച്ചത് നമുക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കട്ടെ. ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പ്രൊഫഷൻ ലോകത്തെ ഏറ്റവും നെറുകയിൽ ഉയർന്നു നിൽക്കട്ടെ. ഇന്ന് ഈ സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനത്തെ ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളോടും എല്ലാ പ്രിയ ഫിസിയോതെറാപ്പിസ്റ്റുകളോടും എല്ലാവർക്കും സ്നേഹത്തോടെ ലോക ഫിസിയോതെറാപ്പി ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ